ഈ ഉദ്ഘാടന യോഗത്തിൽ ആവശ്യം വഹിക്കുന്നതിന് വേണ്ടി പുരോഗമന കലാകാര സംഘത്തിന്റെ തിരുവനന്തപുരം ജില്ലാ പരിഷത്ത് നീലപ്പൂർ തന്റേതായ വ്യക്തിത്വം പുലർത്തുന്ന ചരിത്രകാരൻ, സാഹിത്യകാരൻ, നിരൂപകൻ EMSനെ ഈ പരിപാടി കിട്ടിയതിൽ ഞങ്ങൾ ഈ സംഘാടകർക്ക് അതിയായ കൃതാർത്ഥതയോട് ഹൃദയമുണ്ട്. EMSന് പുരോഗമന സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, വഞ്ചൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അതിയായ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രശസ്ത കവി നീലപ്പൂർ മസൂദ് നായർ സാറിനെ അതിയായ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുക. സാംബശിവന്റെ പുതിയ കഥകൾ സാധാരണഗതിയിൽ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ വേദികളിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതെന്തുകൊണ്ടാണെന്ന് പല സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിക്കുന്നു. ഉത്തരം വളരെ ലളിതമാണ്. അദ്ദേഹം പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ഒരു പ്രവർത്തകനും നേതാവുമാണ്. അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത നിരവധി യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിശ്വപ്രസിദ്ധമായ പല കലാസൃഷ്ടികളും ഇന്ത്യയിലെ കേരളത്തിലെ സമകാലീന പ്രശ്നങ്ങളുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിക്കാനുള്ള സാംബശിവന്റെ പാഠവും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ പ്രചോദനം നൽകുന്നതാണ്, നേട്ടമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങൾ സാംബശിവനെ ഇത്തരം പരിപാടികൾ ക്ഷണിക്കുന്നു. അദ്ദേഹം സാംബശിവന്റെ സഹപ്രവർത്തകർക്കും പുരോഗമന സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചു. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സ്നേഹോഷ്മമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ പരിപാടി. ഈ കഥാപ്രസംഗ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി EMSനെ വിനയത്തോടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ഈ കഥാപ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ സാംബശിവനോടും മറ്റു സുഹൃത്തുക്കളോടും എൻ്റെ കൃതജ്ഞത പറയുന്നു. സാംബശിവന്റെ കഥകൾ ചിലതെല്ലാം ഞാൻ ഇരുന്ന് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതിൽ അധികവും സാവിത്രി നോയുടെ നെല്ലിന്റെ ഗീതം പോലുള്ള സാമൂഹ്യ നോവലുകളാണ്. ആ നോവലുകളെ കഥയാക്കി മാറ്റുകയാണ് സാംബശിവൻ ഇതേവരെ ചെയ്തിട്ടുള്ളത്. അതൊരു പുതിയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടെന്നാൽ ഈ സിദ്ധാർത്ഥൻ എന്നുള്ളത് ഒരു സാമൂഹ്യ നോവലല്ല, ചരിത്രപരവും ദാർശനികവും ആയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നോവലാണ്. പക്ഷേ ആ സിനിമയായിട്ട് വന്നിട്ടുണ്ട്, TV-യിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ മലയാളത്തിൽ കഥയായിട്ട് വരികയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ നോവലല്ല. ഇന്നത്തെ സമൂഹത്തെ പരാമർശിക്കുന്ന ഒരു നോവലല്ല. പുരാതന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ ബ്രാഹ്മണ മതം, ബ്രാഹ്മണ ദർശനം, ആ ബ്രാഹ്മണ മതത്തിൽ ബ്രാഹ്മണ ദർശനത്തിൽ പരിശീലനം നേടിയ ഒരു യുവാവ് പതുക്കെ സന്യാസി ജീവിതത്തിന്റെ വഴിക്ക് പോകുന്നു. പക്ഷെ അതിനിടയ്ക്ക് ബ്രാഹ്മണ മതത്തിൽ നിന്ന് വ്യത്യസ്തമായി
അതിന് ഒരതിവരെ എതിർപോലുമായി നിൽക്കുന്ന ബുദ്ധമത സന്യാസിമാരായും അദ്ദേഹം ബന്ധപ്പെടുന്നു. പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ അദ്ദേഹം തന്റെ വഴിക്ക് പോകുന്നു. തന്റെ ആത്മസുഹൃത്തായ ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ബുദ്ധസന്യാസിയായിട്ട് പോകാൻ പോകുന്നു. ബുദ്ധനിൽ ഉപദേശം സ്വീകരിക്കുന്നു. എങ്കിലും ബുദ്ധമതം സ്വീകരിക്കുന്നില്ല, ബുദ്ധ സന്യാസിയാകുന്നില്ല. അദ്ദേഹം തന്റെ തന്നെ വഴിക്ക് പോകുന്നു. അങ്ങനെ തന്റെ വഴിക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു വേശ്യയുമായി ബന്ധപ്പെടുന്നു. ആ വേശ്യ വഴി ആഡംബര ജീവിതം, സുഖജീവിതം നയിക്കുന്നു എന്ന് മാത്രമല്ല കച്ചവടത്തിലേർപ്പെടുന്നു. അങ്ങനെ ആ കാലത്ത് അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതം അനുഭവിച്ച് പക്ഷെ അതിൽ നിന്ന് മടുക്കുന്നു. അതിനിടയ്ക്ക് ഈ വേശ്യയുമായിട്ടുള്ള ബന്ധനിമിത്തം ആ സ്ത്രീ ഗർഭവതിയാവുന്നു. പക്ഷെ അവർ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജീവിതം മടുത്തിട്ട് ആ മനുഷ്യൻ അവിടെ വിടുന്നു. വിട്ടിട്ട് ഒരു സാധാരണ കടത്തു തൊഴിലാളികൾ വീട്ടിൽ താമസിക്കുന്നു. ജീവിതം ഇതെല്ലാം മടുത്തിട്ട് ഒരു സാധാരണ കടത്തു തൊഴിലാളികൾ വീട്ടിൽ താമസിച്ച് ആ ജീവിതം നയിച്ചുകൊണ്ട് താൻ തന്നെ ഒരു കടത്തു തൊഴിലാളിയായിട്ട് മാറുന്നു. ഈ വിധത്തിൽ നടക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ കാമുകി അവര് ബുദ്ധന്റെ ഒരു ശിഷ്യയാകുന്നു. ബുദ്ധൻ അല്ലെങ്കിൽ മരിക്കാനല്ല, ആ മരിക്കാൻ കിടക്കുന്ന ബുദ്ധനെ കാണുന്നതിന് വേണ്ടി ശിഷ്യന്മാര് ആ സ്ഥലത്തിൽ വരുന്നു. ആ സ്ഥലം ഈ സിദ്ധാന്തൻ താമസിച്ച് കടത്തുവഞ്ചി പണി നടത്തുന്ന സ്ഥലത്തിന് തൊട്ടാണ്. എപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനി എങ്ങനെയാണ് സാംബശിവൻ കഥയാക്കി കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് അറിയുക. അത് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് എങ്ങനെയെല്ലാം അദ്ദേഹം ഉപയോഗിക്കും എന്ന് കാണാൻ എനിക്ക് കഴിയാത്തിൽ കേൾക്കുന്നുണ്ട്. തിരക്കുന്നതുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. നിങ്ങളത് ആസ്വദിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാംബശിവന്റെ മറ്റ് കഥകളെ പോലെ ഇതും ജനപ്രീതി നേടും എന്നുള്ള ആശംസയോടുകൂടി ഞാൻ ഈ ഇവന്റെ ഉദ്ഘാടനം എന്നുള്ള ചടങ്ങ് നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട EMS പ്രിയ സുഹൃത്ത് സാംബശിവൻ, ബഹുമാനപ്പെട്ട ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല എന്ന് പറയാനാണ് ചോദിക്കുന്നത്. പണി അവസാന ചടങ്ങുകളുള്ള നിലയിൽ കഥാപ്രസംഗത്തിന് മുൻപ് ഉള്ള ഒരു വാക്പ്രകടനം എന്നുള്ള നിലയിൽ നന്ദി വാക്കാൽ ഓതാൻ വേണ്ടി ശ്രീ സാംബശിവനെ ക്ഷണിക്കുന്നു. മഹാനായ സഖാവ് EMS അധ്യക്ഷ സുഹൃത്തെ, നിലവിൽ മുസ്ലിമായ പുരോഗമന സാഹിത്യ സംഘം സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ, മറ്റ് സംഘാടകരായ സുഹൃത്തുക്കളെ, കഥാപുസ്തകം കേൾക്കാൻ വളരെ കൗതുകത്തോടെ വന്നിരിക്കുന്ന സഹകരിയ സുഹൃത്തുക്കളെ, ഒരു അസുലഭ മുഹൂർത്തമാണ് എൻ്റെ ജീവിതത്തിൽ.
ഒരു ദിവ്യ മുഹൂർത്തമാണ് ഞങ്ങൾക്ക്. കഥാപ്രസംഗ കലാജീവിതത്തിൽ 44-ാമത്തെ വർഷം. 44-ാമത്തെ വർഷം പറയുന്നത് 51-ാമത്തെ കഥ. നിരന്തരമായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ കഥാപ്രസംഗ രീതിയിൽ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു ഉത്സവത്തോടുകൂടി ഒരു വാശിയോടുകൂടി തന്നെ നിരന്തരമായി വരുന്ന ഒരു സ്വഭാവം എന്നെ എനിക്ക് നോക്കിയത്. ആ സ്വഭാവം സമയം നഷ്ടപ്പെടുത്താതെ എങ്ങനെ സമയം വിനിയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ പഠിച്ചത് മഹാനായ സഖാവ് മസ്കൂനാണ്. ഒരിക്കലും അദ്ദേഹം 1970-ലാണ് എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ചില്ല. ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം. 1970-ൽ അദ്ദേഹം ഞാൻ കൊല്ലത്തിൽ വീട് വെച്ച് പോകാൻ വീട് സന്ദർശിക്കാനാണ്. പാർട്ടി പ്രവർത്തകർ കൊണ്ടാണ് 2 ദിവസം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ ദിനചര്യാക്രമങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം രാത്രി 2:15 മണിക്ക് വീട്ടിൽ വന്നു. ഫീൽഡിൽ പോയി പ്രചരണങ്ങൾ നടന്നു, പ്രസംഗങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ 2:15. വാച്ച് അടിച്ച് നോക്കിയിട്ട് അദ്ദേഹം സ്വയം തന്നോട് തന്നെ പറയുന്നു 2:15. എന്നിട്ട് ഞാൻ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. 5:30 മണിയായപ്പോൾ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങില്ല. അദ്ദേഹം ഉറങ്ങുന്നതും ഉണരുന്നതും മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണർന്നിരിക്കും. 5:30 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റു. അന്നേരം 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 7:30 മണിയായപ്പോഴേക്ക് ഒരു ദിവസം ചെയ്യേണ്ടുന്ന ജോലികളെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തിരിക്കും. വ്യായാമം ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്തു തീർത്തിരിക്കും. 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മനസ്സിലാക്കിയിരുന്നത്. അപ്പോഴും കൂടെ വന്ന കഥകളെല്ലാം കൂടുതൽ വിളിച്ചോളുന്ന പിന്നെ ഞാൻ തട്ടി വിളിച്ചു. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അപ്പോഴാണ് ധൃതിയിൽ അത് നമ്മളെ ഞാൻ ഉൾപ്പെടെ പുതിയ കഥകൾ ഒരു ദിവസം ഒരു വർഷം ഒന്നല്ല, ചിലപ്പോൾ 1-ലധികം കഥകളും വന്നിരിക്കാൻ കഴിഞ്ഞു വിശ്വസിക്കുന്നു. പുതിയ തലമുറയിലുള്ള യുവസുഹൃത്തുക്കൾ കഥാപ്രസംഗങ്ങൾ ധാരാളം ഉണ്ട്. അവരെല്ലാവരും സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ധാരാളം കലാകാരന്മാർ ഇങ്ങനെ ആസ്വാദനം ഇവിടെ വന്നിട്ടുണ്ട്. മഹാനായ യൂപ്പസ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വിലപ്പെട്ട ജീവിതത്തിൽ നിന്ന് കുറേ സമയം അനുവദിക്കാനുള്ള മനസ്സിൽ മാത്രം വിശാല മനസ്സിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക പ്രശസ്തനായ മാർക്സിസ്റ്റ് താത്വികാചാര്യൻ, ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി, ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അനിശ്ചിതനായ നേതാവ് മഹാനായ സഖാവ് എം.എസ്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പുതിയ കഥയൊന്നും കണ്ണിൻ്റെ മരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് എനിക്ക് തോന്നി ഒരു പ്രകാശ പരിവേഷം, സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശ പരിവേഷം, രശ്മികൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് പ്രസരിക്കുന്നത് തോന്നി. ഇത് മുഖസ്ത്രീയല്ല, ഒരു സത്യം പഠിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സൗഹൃദത്തിന്റെ പ്രകാശ പരിവേഷണത്തിന്റെ മുഖത്തേക്കാണ്. എൻ്റെ ജീവിതത്തിലെ യുദ്ധത്തിൽ അല്പനേരം എന്നോട് ഉണ്ടാവുകയും സംസാരിക്കുകയും പ്രധാനമന്ത്രിയും ഉദ്ഘാടനത്തിന് സൂക്ഷിച്ച് നടത്തിയിരിക്കുക. എങ്ങനെ ഇത് വാക്കുകൾ നന്ദി പറയാം. നന്ദി വാക്കുകൾ അപരിമിതമുള്ള അശക്തരാകുന്ന നിമിഷമാണ്. വാക്കുകൾക്ക് അതീതമായ നന്ദി, വാക്കതീതമായ നന്ദി, കൃതജ്ഞതയും ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ പാതാര